വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ അബൂ നുഈം റളിയല്ലാഹു അൻഹു തന്റെ ഹില്യത്തിൽ ഉദ്ധരിച്ച ഒരു സംഭവമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിനോട് അടുത്ത നേരത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചില ഉപദേശങ്ങൾ നടത്തിയത് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ അരികിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി മൂസീക ബിവസിയ്യ, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് വസിയത്ത് ചെയ്യാൻ പോവുകയാണ്. ഒന്നാം ഖലീഫയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് അല്ലാഹുവിൻ്റെ റസൂൽ നിയോഗിച്ചതാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഒരു ഖലീഫയാകാൻ അർഹതയുള്ളയാൾ എന്ന നിലയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നേരത്തെ തന്നെ ഉപദേശിക്കുന്നു. അപ്പോൾ നിലവിലുള്ള ആളുകൾ വരാൻ പോകുന്ന നേതൃത്വത്തോട് ചില കാര്യങ്ങളൊക്കെ ഉപദേശിക്കുന്നത് നല്ലതാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒന്നാമത്തെ പാഠം. ഇന്ന ലില്ലാഹി ഹഖ്ഖൻ ഫിൽ ലൈലി ലാ യഖ്ബലുഹു ബിന്നഹാരി വഹഖ്ഖൻ ബിന്നഹാരി ലാ യഖ്ബലുഹു ബിൽ ലൈൽ. ഇന്ന ലില്ലാഹി ഹഖ്ഖൻ ഫിൽ ലൈലി, ഒരു അടിമക്ക് അല്ലാഹുവിനോട് ചില ബാധ്യതകളുണ്ട്. രാത്രിയിൽ നിർവഹിക്കേണ്ട ചില ബാധ്യതകൾ. ലാ യഖ്ബലുഹു ബിന്നഹാർ, ആ ബാധ്യത പകലിൽ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. അങ്ങനെ ചില ബാധ്യതകൾ രാത്രിയിൽ നിർവഹിക്കാനുണ്ട്. വഹഖ്ഖൻ ബിന്നഹാരി ലാ യഖ്ബലുഹു ബില്ലൈൽ, പകലിൽ ചില ദൗത്യങ്ങൾ ഒരു അടിമക്ക് നിർവഹിക്കാനുണ്ട്. അത് പകല് തന്നെ ചെയ്യണം. രാത്രി ചെയ്താൽ അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. നമ്മുടെ 5 വക്ത് നിസ്കാരം തന്നെ നമുക്കറിയാം. പകലിൽ നിസ്കരിക്കേണ്ട ളുഹർ പകലിൽ നിർവഹിക്കണം. പകലിൽ നിർവഹിക്കേണ്ട അസർ അത് പകലിൽ തന്നെ നിർവഹിക്കണം. അത് രാത്രിയിൽ നിർവഹിച്ചാൽ അതായി സ്വീകരിക്കപ്പെടുകയില്ലല്ലോ. അപ്പൊ രാത്രിയിലും പകലും സമയബന്ധിതമായി ചെയ്യേണ്ട കർമ്മങ്ങൾ അതാത് സമയത്ത് ചെയ്യണം. അപ്പോഴേ അതിന് മൂല്യമുള്ളൂ. അതാണ് ഒന്നാമത്തെ വസിയത്ത്. വഇന്നഹു ലൈസ ലിഅഹദിനാ നാഫിലത്തുൻ ഹത്താ യുഅദ്ദിയൽ ഫരീള, ഫർദ് നിർവഹിക്കുന്നത് വരെ സുന്നത്തിന് യാതൊരു മൂല്യവുമില്ല. ഇതാണ് രണ്ടാമത്തെ വസിയത്ത്. ഒരാൾ ളുഹർ നിസ്കരിച്ചില്ല, അതിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിർവഹിച്ചു, അതിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചു, എന്താ കാര്യമുണ്ട്? അതുകൊണ്ടാണ് പറയുന്നത് ഫർളായ കാര്യം ചെയ്തിട്ടേ സുന്നത്തിന് വാല്യമുള്ളൂ. സഹിയായ ഹദീസിലുണ്ട്, ഒരാളുടെ ഫർള് നിസ്കാരത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നാൽ അല്ലാഹു തആല ജിബ്രീലിനെ വിളിച്ചിട്ട് പറയുന്ന, അയാൾ ളുഹറിൻ്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചണോ നോക്കിയാൽ ജിബ്രീൽ പറയും, പടച്ചവനുണ്ട്, ളുഹറിന് മുമ്പും സുന്നത്തുണ്ട് ശേഷവും സുന്നത്തുണ്ട്. എന്നാ പിന്നെ ആ ളുഹറിന് വന്ന പോരായ്മ നമുക്ക് അതുകൊണ്ട് അങ്ങ് ജബ്ർ ചെയ്യാം, പരിഹരിക്കാം. അപ്പോൾ സുന്നത്തായ കാര്യങ്ങൾ ഫർളിൻ്റെ വീഴ്ചകളെ പരിഹരിക്കാൻ പര്യാപ്തമാണ്. പക്ഷെ അതിന് ഫർള് ചെയ്യണം. സക്കാത്ത് കൊടുക്കൂല, ആള് വലിയ മുതലാളി, പക്ഷെ കുറെ ധർമ്മം കൊടുക്കും. അതുകൊണ്ടെന്താ കാര്യം? സദഖ കൊടുത്തിട്ട് കാര്യമില്ല. സക്കാത്ത് ആദ്യം കൊടുക്കണം. ഫർളായ നോമ്പ് നോൽക്കൂല, പക്ഷെ സുന്നത്ത് നോമ്പ് നോൽക്കും. അതുകൊണ്ടെന്താ കാര്യം? അപ്പൊ ഫർള് എന്ന് പറയുന്ന ഒരു സുന്നത്തിലേക്ക് അപേക്ഷിച്ച് ഫർളിന്റെ കൂലി 70 ഇരട്ടിയാണ്. 70 ഇരട്ടി. അഥവാ ഒരു സുന്നത്തായ ഒരു കാര്യം, ഇപ്പൊ നമ്മള് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം 70 വട്ടം നിർവഹിച്ചാൽ കിട്ടുന്ന കൂലിയാണ് സുബഹി നിസ്കാരം ഒറ്റക്ക് ഒരാൾ 2 റക്അത്ത് നിസ്കരിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം, നമുക്ക് തിരിയുന്ന ഭാഷ. പിന്നെ അത് പള്ളിയിലാകുമ്പോൾ, അത് ജമാഅത്തിലാകുമ്പോൾ, അത് ജുമാഅത്ത് പള്ളിയിലാകുമ്പോൾ, അങ്ങനെ ആളുകൾ പിന്നെ വർദ്ധിക്കുമ്പോൾ, നല്ല കാരിയായ ഒരാളുടെ പിന്നിലാകുമ്പോൾ, ഏറ്റവും നല്ല പണ്ഡിതനായ ഒരാളുടെ പിന്നിലാകുമ്പോൾ,
തഖ്വയുള്ള ഒരു മനുഷ്യന്റെ പിന്നിലാവുമ്പോൾ അങ്ങനെയൊക്കെ പിന്നെയും 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 അതിന് കൂലി ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന കാര്യം, ഫർളാണ് വളരെ വിലപ്പെട്ടത്, അത് കഴിഞ്ഞിട്ടേ സുന്നത്തുള്ളൂ. ഫർള് ചെയ്യാതെ സുന്നത്തുകൾക്ക് മൂല്യമില്ല. വളരെ വിലപ്പെട്ട ഉപദേശമാണ്. മൂന്നാമത്തെ കാര്യം, ഇന്നമാ സഖുലത് മവാസീനു മൻ സഖുലത് മവാസീനുഹു യൗമൽ ഖിയാമ ബിത്തിബാഇഹിം അൽ ഹഖ് ഫിദ്ദുനിയ വസഖുലഹു അലൈഹിം. ഖിയാമത്ത് നാളിൽ ചെല്ലുമ്പോൾ ആരുടെയൊക്കെ തുലാസ് നന്മയുടെ ഭാഗത്ത് തൂങ്ങിയിട്ടുണ്ടോ അതിന്റെ കാരണം ബിത്തിബാഇഹിം അൽ ഹഖ് ഫിദ്ദുനിയ, ദുന്യാവിൽ അവർ സത്യത്തെ പിന്തുണച്ചതിന്റെ പേരിൽ മാത്രമാണ്. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഹസനത്തുകളുടെ ഭാഗത്ത് ആരുടെയൊക്കെ തുലാസിന് ഭാരം കൂടി അതിന്റെ കാരണം ദുന്യാവിൽ അവർ സത്യത്തെ പിന്തുണച്ചു എന്നതുകൊണ്ട് മാത്രമാണ്. വലിയ ഉപദേശമാണ്, വളരെ വിലപ്പെട്ട ഉപദേശം. പിന്നെ പറയുന്നു വസഖുലഹു അലൈഹിം, പക്ഷേ അത് വലിയ ഭാരമാണ്. സാധാരണഗതിയിൽ സത്യത്തെ പിന്തുണക്കുക എന്നത് ആർക്കും ഭാരമാണ്, വലിയ പ്രയാസമാണ്. ആ പ്രയാസകരമായ കാര്യത്തെ അവൻ ദുന്യാവിൽ പിന്തുണച്ചപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വരും. പക്ഷേ ആ ഒരൊറ്റ കാരണമാണ് നാളെ ആഖിറത്തിൽ അവന്റെ തുലാസിന് നന്മയുടെ ഭാഗത്ത് ഭാരം തൂങ്ങാനുള്ള കാരണം എന്ന് ഉമറെ നീ മനസ്സിലാക്കണമെന്ന് ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപദേശിക്കുകയാണ്. وحق لميزان لا يضع فيه إلا الحق أن يثقلا, സത്യമല്ലാതെ വെച്ചിട്ടില്ലാത്ത നന്മയുടെ തുലാസിൽ നന്മ വയ്ക്കുമ്പോഴല്ലയോ അതിന് ഭാരം തൂങ്ങാൻ യോഗ്യതയുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം, ആഖിറത്തിൽ തൂക്കുന്ന മീസാൻ എന്ന് പറയുന്ന തുലാസിൽ നന്മയുടെ ഭാഗത്ത് നന്മ മാത്രമേ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആ നന്മയുടെ ഭാഗം ഒന്ന് മുൻതൂക്കം തൂങ്ങണമെങ്കിൽ നന്മയുള്ളത് തന്നെ അതിൽ വരണം, അപ്പോഴാണ് അതിന് ഘനം തൂങ്ങുക. മഹാനവരുകൾ പറയുന്നു. പിന്നെയോ വഖഫത്ത് മവാസീനു മൻ ഖഫത്ത് മവാസീനുഹു യൗമൽ ഖിയാമത്തി ബിത്തിബാഇഹിം അൽ ബാതിൽ, ആരുടെയൊക്കെയോ തിന്മയുടെ ഭാഗത്ത് ഭാരം തൂങ്ങിയിട്ടുണ്ട്, നന്മയുടെ ഭാഗത്ത് ഭാരം കുറഞ്ഞു പോയിട്ടുണ്ട്, അതിന്റെ കാരണം ബിത്തിബാഇഹിം അൽ ബാതിൽ, അത് ബാത്തിലിനെ അസത്യത്തെ പിന്തുണച്ചതിന്റെ പേരിലാണ്. നന്മയുടെ ഭാഗത്ത് ഭാരം കുറഞ്ഞുപോയി, തിന്മയുടെ ഭാഗത്ത് ഭാരം കൂടി, അതിന്റെ കാരണം അസത്യത്തെ പിന്തുണച്ചതിന്റെ പേരിലായിരിക്കും. എന്നാൽ വഖിഫത്തുഹു അലൈഹിം, അത് അവരെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയാസമായിരിക്കും. അസത്യത്തെ പിന്തുണക്കുക എന്നത് നിഷ്പ്രയാസമാണ്. കാരണം അതിന് ജനങ്ങളുടെ പിന്തുണ കൂടുതലുണ്ടാവും. അസത്യത്തെ പിന്തുണക്കാൻ കൂടുതൽ ആളുകളുണ്ടാവും. അപ്പോൾ അതിലങ്ങ് ചേർന്ന് കൊടുത്താൽ മതിയല്ലോ, ഒഴുകുന്ന വെള്ളത്തിലങ്ങ് നിന്നുകൊടുത്ത പോലെ. തിന്മ മാത്രം വെക്കുന്ന തട്ടില് തിന്മ വെക്കുമ്പോഴല്ലേ അതിന് ഭാരം തൂങ്ങുകയുള്ളൂ, അപ്പോഴാണ് നന്മയുടെ ഭാഗത്ത് ഭാരം കുറഞ്ഞു പോവുകയുള്ളൂ. നാലാമതായി പറയുന്നു, അലം തറ അന്നല്ലാഹ ദക്കറ അഹ്ലൽ ജന്ന ബിഅഹ്സനി അഅമാലിഹിം, അല്ലാഹു തആല ഖുർആനിൽ സ്വർഗക്കാരായ ആളുകൾ ചെയ്യുന്ന സുകൃതങ്ങളെ വിവരിച്ചു തരുന്നുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അല്ലാഹു ഖുർആനിൽ വിവരിച്ചു തരുന്നുണ്ട്. ഹത്താ യഖൂല ഖായിലുൻ, ഈ വിവരണം കേൾക്കുമ്പോൾ ഏതൊരാളും ചോദിച്ചു പോകും, മൻ യബ്ലുഗു അമലഹു അമല ഹൗലാ, പടച്ചവനെ ഇങ്ങനെയൊക്കെ ആർക്കാണ് ചെയ്യാൻ പറ്റുക? സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ, സ്വർഗക്കാരുടെ വിശേഷണങ്ങൾ അല്ലാഹു തആല ഖുർആനിൽ വിവരിച്ചത് കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ചോദിച്ചു പോകും, പടച്ചവനെ ഇങ്ങനെയൊക്കെ ആർക്ക് ചെയ്യാൻ പറ്റും എന്ന്. എന്നിട്ടും പിന്നെ സ്വർഗത്തിൽ കുറെ ആൾക്കാരെ കണ്ടില്ലേ? അതിന്റെ കാരണം എന്താ? വദാലിക അന്നല്ലാഹ തജാവസ അൻ അസ്വഇ അഅമാലിഹിം
ഫലം യുബ്ദിഹി ലഹും, അവർ ചെയ്ത തിന്മകളെ അല്ലാഹു തആല മറച്ചു വെക്കുകയും അവർക്ക് വിട്ടുവീഴ്ച നൽകുകയും ചെയ്തതിൻ്റെ കാരണം കൊണ്ടാണ് അല്ലാഹു തആല അവരെ ഈ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്. അല്ലാഹു അത്രയും വലിയ ഗഫൂറും റഹീമുമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപദേശിക്കുന്നു, പിന്നെ പറയുന്നു, വദക്കറ അഹ്ലൻ നാരി ബിഅസ്വഇ അഅമാലിഹിം, നരകക്കാരായ ആളുകളുടെ പ്രവർത്തനങ്ങൾ എത്ര മോശമാണ്, എത്ര മോശം ചെയ്തതിൻ്റെ പേരിലാണ് അവർ നരകത്തിലെത്തിയത് എന്ന് അല്ലാഹു തആല വിവരിച്ചു തരുന്ന ആ വിവരണത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് അവർ നരകത്തിലെത്തിയത്? ഹത്താ യഖൂല ഖായിലുൻ, നരകത്തിലെത്തിയ ആളുകൾക്കുള്ള വിശേഷണങ്ങൾ കേൾക്കുമ്പോൾ ഏതൊരാളും പറഞ്ഞു പോകും, അന ഖൈറുൻ അമലൻ മിൻ ഹൗലായി, പടച്ചോനെ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ നരകക്കാരായ ആളുകൾ നരകത്തിലെത്താനുള്ള കാരണം ഇതൊക്കെയാണ്, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പോകും. ഏതൊരു മനുഷ്യനും പറഞ്ഞു. അത്രയും അറുവശളായ പ്രവർത്തനങ്ങളാണ് നരകക്കാരുടെ പ്രവർത്തനങ്ങൾ. ഇതൊക്കെ ആരാണ് ചെയ്യുക? പിന്നെ എങ്ങനെ ഇവർ നരകത്തിലെത്തി? വദാലിക അന്നല്ലാഹ റദ്ദ അലൈഹിം അഹ്സന അഅമാലിഹിം, അവർ നല്ലതാണെന്ന് വിചാരിച്ച അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു തആല തിരസ്കരിച്ചു. നരകക്കാരായ ആളുകൾ നരകത്തിലെത്തിയത് അവരുടെ പ്രവർത്തനങ്ങളൊന്നും അല്ലാഹു സ്വീകരിച്ചില്ല. അതിൻ്റെയൊക്കെ പിന്നിൽ വേറെ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല, ഞാൻ നിങ്ങളിൽ ഏറ്റവും പേടിക്കുന്നത് ചെറിയ ശിർക്കാണ്, ശിർക്കുൻ അസ്ഗർ, ചെറിയ ശിർക്ക്. സഹാബത്ത് ചോദിച്ചു, എന്താണ് ചെറിയ ശിർക്ക്? അപ്പോൾ പറഞ്ഞു, അദ്ദിയാ, ലോകമാന്യം. നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഭൗതികമായ ഒരു നേട്ടം ഉണ്ടായാൽ, അള്ളാഹുവിന്റെ പൊരുത്തം അല്ലാത്ത ഭൗതികമായ ഒരു നേട്ടം ഉണ്ടായാൽ, അള്ളാഹു നാളെ ആഖിറത്തില് ഹസനാത്തുകൾക്ക് പ്രതിഫലം കൊടുക്കപ്പെടുമ്പോൾ അവനെ വിളിച്ചിട്ട് പറയും, നീ ആർക്ക് വേണ്ടിയാണ് ഇബാദത്ത് ചെയ്തിരുന്നത്? അവൻ്റെ അടുത്ത് ചെല്ല്, എന്നിട്ട് അതിൻ്റെ കൂലി വാങ്ങിച്ചു വന്നത്. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അപ്പോ നല്ലതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് കുറെ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകൾ ഉണ്ടായിരുന്നു. അവര് നോക്കുമ്പോൾ ഇന്ന് നരകത്തിലെത്തി. അതിന്റെ കാരണം എന്താണ്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, റദ്ദ അലൈഹിം അഹ്സന അഅമാലിഹിം, അവരുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു തആല സ്വീകരിച്ചില്ല, അവരിലേക്ക് തന്നെ മടക്കി വിട്ടു. അതാണ് അതിന്റെ കാരണം. പിന്നെ മഹാനവരുകൾ പറയുന്നു, അലം തറ അന്നല്ലാഹ അൻസല ആയത ശിദ്ദത്തിൻ, അൻസല ആയത ശിദ്ദത്തി ഇൻദ ആയത്തി റഖാഇ വആയത റഖാഇ ഇൻദ ആയത്തി ശിദ്ദ. നല്ല ഗൗരവമുള്ള ചില പരാമർശങ്ങൾ ചില ആയത്തുകളിലുണ്ട്. അതിന്റെ തൊട്ടടുത്ത ആയത്തോ വളരെ ലോലമായ ഒരുപാട് അള്ളാഹുവിന്റെ റഹ്മത്തിനെയും റഹ്ഫത്തിനെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന ആയത്തുകളാണ്. ചില ആയത്തുകളിൽ അല്ലാഹു തആല ആദ്യം റഹ്മത്ത് പരാമർശിക്കും, അത് വളരെ ലോനമാണ്. തൊട്ടടുത്ത് തന്നെ അല്ലാഹു തആല ശദീദുൽ ഇഖാബ്, അല്ലാഹു നല്ലോണം ശിക്ഷിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്തുകളും നിനക്ക് കാണാം. അപ്പൊ എന്താണ് ഇതിന്റെ ഉദ്ദേശം? ലിയകൂന റാഗിബൻ റാഹിബ, ഒരു മനുഷ്യന് ഒരു പ്രതീക്ഷ കൊടുക്കണം വിശ്വാസിക്ക്. ആ വിശ്വാസി അപ്പോൾ തന്നെ പേടിയുള്ളവനുമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഅ്മിനായ മനുഷ്യൻ പറ്റേ പേടിച്ച് വലിയ ഹലാക്കിലേക്ക് പോകാൻ പാടില്ല. അള്ളാഹുവിനെ കുറിച്ച് അവൻ എന്ത് ചെയ്താലും അള്ളാഹു ഗഫൂർ അല്ലേ, റഹീം അല്ലേ, എൻ്റെ പടച്ചവനല്ലേ, അവൻ പുറത്തു തരും, അത്ര പറ്റേ ലാഘവത്തോടെയും കാണാൻ പാടില്ല. അതിന്റെ രണ്ടിന്റെയും ഇടയിൽ അവനിങ്ങനെ ജീവിക്കണം. പടച്ചവനെ എൻ്റെ അമലുകളൊക്കെ സ്വീകരിക്കണേ റബ്ബേ എന്ന ഒരു പേടി. അള്ളാഹു സ്വീകരിക്കാതിരിക്കൂല, അവന് ഗഫൂർ റഹീമും അല്ലേ എന്ന ഒരു പ്രതീക്ഷ. ഇത് രണ്ടിന്റെയും ഇടയിലാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ജീവിക്കേണ്ടത്. അതിനാണ് അല്ലാഹു തആല ചിലപ്പോഴൊക്കെ നല്ല ഭാരമുള്ള
താക്കീദിന്റെ സ്വരത്തിൽ ചില ആയത്തുകൾ അവതരിപ്പിച്ചത്. അതേ ആയത്തുകളുടെ തൊട്ടടുത്ത് തന്നെ കാരുണ്യത്തിന്റെ സ്പർശമുള്ള ആയത്തുകൾ അള്ളാഹു അവതരിപ്പിച്ചത് ഇതിനു വേണ്ടിയാണ്. അടിമ എപ്പോഴും പ്രതീക്ഷയുള്ളവനും എന്നാൽ അതോടൊപ്പം പേടിയുള്ളവനുമാകണം. എന്തിനു വേണ്ടി? അല്ലാതിരുന്നാൽ പേടി മാത്രമായാൽ അവൻ നാശത്തിലേക്ക് അവന്റെ ശരീരത്തെ കൊണ്ടെത്തിക്കും. ولا يتمنى على الله أمنية يتمنى فيها على الله غير الحق. അന്യായമായത് ഒരു പ്രതീക്ഷ അവന് കൊടുക്കാതിരുന്നാൽ, അമിതമായ പ്രതീക്ഷ അടിമയ്ക്ക് കൊടുത്താൽ അന്യായമായ പലതും അള്ളാഹുവിൽ നിന്ന് അവൻ കൊതിക്കും. അള്ളാഹു അത് പുറത്തു തരും. ഞാൻ എന്ത് ചെയ്താലും അള്ളാഹു എനിക്ക് വിട്ടുവീഴ്ച നൽകും. അങ്ങനെ മാത്രം അവൻ ചിന്തിക്കരുത്. എന്നാൽ അവൻ പേടിച്ച് അവസാനം അവന്റെ ശരീരത്തെ തന്നെ അവൻ നാശത്തിലേക്ക് ഇടുന്നൊരവസ്ഥ അതും ഉണ്ടാകരുത് എന്ന് കരുതിയാണ് അല്ലാഹു തആല ഈ രണ്ട് ആയത്തുകളെയും ഒരുപോലെ ഈക്വലായി മെയിൻറ്റെയിൻ ചെയ്തു പോയത് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിക്കുകയാണ്. സൂറത്ത് അഹ്ഖാഫിന്റെ തഫ്സീറിൽ ഒട്ടുമിക്ക മുഫസ്സിറുകളും ഈ വിശദീകരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ നുഐം റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ തൻ്റെ ഹില്യത്തിൽ 4-ാം വാല്യം 271-ാമത്തെ പേജിൽ ഈ സംഭവം വിവരിക്കുകയാണ്. അല്ലാഹു തആല അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മുൻഗാമികളായ മഹാന്മാരുടെ വഴിത്താര ധന്യമാക്കി ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. എല്ലാ നന്മയും നമ്മുടെ വിജയം മുൻഗാമികളായ ആളുകളുടെ നന്മയെ പിൻപറ്റുന്നതിലൂടെയാണ്. മുൻഗാമികളുടെ കാൽപാദം കണ്ട് സത്യസന്ധമായ വഴികളെ പിന്തുടർന്ന് ജീവിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കർമ്മങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ അമലുകളിൽ വന്നുപോകുന്ന പോരായ്മകളെല്ലാം ഞങ്ങൾക്ക് നീ പരിഹരിച്ചു തരണേ റഹ്മാനെ. നേരായ വഴിയിലേക്ക് മാത്രം ഞങ്ങളെ എപ്പോഴും നീ ക്ഷണിക്കണേ റഹ്മാനെ. തിന്മയോട് ഞങ്ങൾക്ക് വലിയ വെറുപ്പ് നൽകണേ റഹ്മാനെ. ഇബ്ലീസിന്റെ ഐനിന്റെ ശർറിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത, ഞങ്ങളെ സ്നേഹിച്ച, സഹായിച്ച, ഭക്ഷണം നൽകിയ, വെള്ളം നൽകിയ, ഞങ്ങളുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും നിന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.